പുസ്തകം 22-ാമത്തെ അധ്യായം അതിന്റെ 28, 29 വാക്യങ്ങൾ. ഇയ്യോബിന്റെ പുസ്തകം 22 അതിന്റെ 28, 29 വാക്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും. താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണെന്ന് രാത്രി നമ്മൾ വായിച്ചത്. നമുക്കറിയാം, ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന സകല നന്മകൾക്കും ആമേൻ ഇയ്യോബ് നന്ദിയുള്ളവനാണ് എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. നമുക്ക് ഈ പുസ്തകത്തിന്റെ പരമപ്രധാനമായ ഒരു കാര്യം, ഇയ്യോബിന്റെ പേരിന്റെ അർത്ഥം എന്ന് പറയുന്നത് പീഡിതൻ എന്നാണ്. സ്തോത്രം. നമുക്കറിയാം, ഈ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ തന്റെ ജീവിതത്തിൽ ഏറ്റവും തനിക്ക് തന്നെ ഒരു മനുഷ്യായുസ് സഹിക്കാൻ കഴിയാത്ത പീഡയിൽ കൂടെ കടന്നു പോയത് ആര് എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, ഇയ്യോബ് തന്നെയാണ്. സ്തോത്രം. പീഡിതൻ എന്നാണ് ഇതിന്റെ അയ്യോബിന്റെ പേരിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ എഴുത്തുകാരൻ മോശയാണ്. ഈ പുസ്തകം എഴുതിയത് ആരെന്നറിയാമോ? മോശയാണ് ഇത് എഴുതിയത്. സ്തോത്രം. ഇത് BC 2000, 1800 കാലഘട്ടങ്ങളിലാണ് ഈ പുസ്തകം എഴുതിയത്. സ്തോത്രം. ഇത് ആർക്കു വേണ്ടി എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു പദം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ബുദ്ധിജീവികൾക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വേറെ ഒരിടത്തും കാണാത്ത ഒന്നാണ് ഇതിന്റെ സ്തോത്രം എഴുത്തുകാരൻ ആർക്ക് വേണ്ടി എഴുതിയിട്ടാൽ ബുദ്ധി ജീവികൾക്ക് വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ ഈ പുസ്തകത്തിൽ നമുക്കറിയാം ബുദ്ധി ഉള്ളവരും ഉണ്ട്, പിന്നെ ബുദ്ധി ഇല്ലാത്തവരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആർത്തി ഉള്ളവരും ഉണ്ട്, ആർത്തി ഇല്ലാത്തവരും ഉണ്ട് ഈ പുസ്തകത്തിനകത്ത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ഇതിന്റെ കേന്ദ്ര വിഷയം എന്ന് പറഞ്ഞാൽ നീതിമാന്റെ കഷ്ടതകൾ എന്നാണ് ഇതിന്റെ കേന്ദ്ര വിഷയം. മറന്നു പോകരുത്, ഈ പുസ്തകം എഴുതി ആരെന്നറിയാമോ? മോശയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ഇതിന്റെ ആഴത്തിലേക്ക് കടക്കുവാനായി നമുക്ക് കർത്താവ് ശരണപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ കാര്യം ഇവിടെ പറയുന്നു, നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് എന്ത് ചെയ്യും? സാധിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്താ പറയുന്നതെന്ന് അറിയാമോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഇല്ല. എന്ത് ദൈവ പൈതൽ പ്രാർത്ഥിച്ചാലും തരാൻ ദൈവം റെഡിയാ. സ്തോത്രം. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ വില കൊടുക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം ദൈവസന്നിധിയിൽ വില കൊടുക്കുമോ അത്രത്തോളം നമ്മെ മാനിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിലുണ്ട്. അത് നല്ലവണ്ണം അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്. തന്റെ ജീവിതത്തിൽ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാം നഷ്ടക്കച്ചവടമാണ്. തന്റെ മക്കളെപ്പോലെ സൗന്ദര്യമുള്ളവരും തന്റെ മക്കളെപ്പോലെ അഴകുള്ളവരും വേദപുസ്തകത്തിൽ വേറെ ഒരു ഭക്തന്മാരുടെയും മക്കളില്ല എന്ന് തീർപ്പ് കൽപ്പിച്ച പുസ്തകമാണ് ഇയ്യോബിന്റെ പുസ്തകം. തന്റെ മക്കളെല്ലാം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് മക്കൾ നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. തന്നെ ചേർത്ത് പിടിക്കും, തന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ ഭാര്യ വരെ തന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. സ്തോത്രം. 7:7 നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട അധ്യായം അല്ലെങ്കിൽ വാക്യമാണ്. 7-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം എന്ന് പറയുന്നത് നമുക്ക് ഇത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു കാര്യം. വായിച്ചാട്ടെ. ഇവിടെ എന്താ പറയുന്നത്? എന്റെ കണ്ണ് ഇനി എന്ത് ചെയ്യാ? തിന്മയെ കാണുകയില്ല. പറ, ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? എന്റെ കണ്ണ് ഇനി തിന്മയെ എന്ത് ചെയ്യില്ല? കാണുകയില്ല. ഭക്തൻ വളരെ ഏത് കണ്ണാ ഉദ്ദേശിച്ചത്? കണ്ണ് ഏതാ ഉദ്ദേശിക്കുന്നത്? ഈ പുറമേ ഇരിക്കുന്ന ബൾബോലിക്ക് കണ്ണല്ല ഉദ്ദേശിക്കുന്നത്, ഹൃദയത്തിനകത്തുള്ള കണ്ണിനെയാണ് ഇയ്യോബ് അവിടെ വിളിച്ചു പറയുന്നത്. എന്റെ കണ്ണിനി എന്ത് ചെയ്യില്ല? തിന്മ കാണുകയില്ല. സ്തോത്രം. പുറത്തുള്ള കണ്ണ് ഒരു ഭക്തന് അനുകൂലമല്ലാതിരിക്കുമ്പോൾ, പുറത്തുള്ള കണ്ണ് ഒരു ഭക്തയ്ക്ക് ഈ ലോകത്തിൽ അനുകൂലം അല്ലാതിരിക്കുമ്പോൾ, വേദനകൾ ഉളവാക്കുമ്പോൾ,
പ്രശ്നങ്ങളിലേക്ക് ആഴ്ചവിടുമ്പോൾ, പ്രതികൂലങ്ങൾ പുറത്തുള്ള കണ്ണ് വിളിച്ചു ചേർക്കുമ്പോൾ, ഭക്തൻ പറയുന്നു, അകത്തളങ്ങളിലെ കണ്ണുകൊണ്ട് ഇനി ഞാൻ തിന്മ കാണത്തില്ല. ഇന്ന് രാത്രി ചിന്തിക്കൂ, ഇയ്യോബിന് വ്യക്തമായി പറയാൻ പറ്റും, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന് നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ ഒറ്റ ഭക്തനെ ഉള്ളൂ വേദപുസ്തകത്തിനകത്ത്. ആ ഭക്തന്റെ പേര് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഇയ്യോബാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, തന്റെ പേരിന്റെ അർത്ഥം തന്നെ പീഡിതനെന്നാണ്. എന്ന് പറഞ്ഞാൽ പീഡയിൽ കൂടെ കടന്നു വന്ന് പീഡിതനായി പല നിലയിൽ കൂടെ എലിയാസർ തന്നെ നിരന്തരം ഈ പുസ്തകത്തിൽ എലിയാസർ തന്നെ നിരന്തരം തുടങ്ങുമ്പോൾ തന്നെ, ഈ പുസ്തകത്തിൽ എഴുതി തുടങ്ങുമ്പോൾ തന്നെ എലിയാസർ തന്നെ എഴുത്തും വലത്തും നിന്ന് തന്നെ മുൻപിലോട്ട് വിടാതിരിക്കുന്ന തലത്തിൽ കൂടെയൊക്കെ അവന്റെ ജീവിതത്തിൽ പ്രതിസന്ധി കയറിപ്പോയപ്പോൾ ഈയോ പറയുകയാണ്, ഞാനൊന്ന് നിരൂപിക്കുന്നു, അതെന്റെ ജീവിതത്തിൽ ഞാൻ നിറവേറി കാണും. ഹല്ലേലൂയ. ദൈവമക്കളായ നമ്മൾ പറയണം, അഭിഷേകം പ്രാപിച്ചത് വെറുതെയല്ല കേട്ടോ. ചില സമയങ്ങളിൽ മുട്ടുമടക്കിക്ക്, വിഷയത്തിന് വേണ്ടി മുട്ടുമടക്ക്. എന്റെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം, നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ആരെന്നറിയാമോ? നമ്മൾ ദൈവസന്നിധിയിൽ ഒരു അത്ഭുതമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ ഇതിനകത്തിരിക്കുന്ന കർത്താവിന്റെ റോസൽ സിസ്റ്റർ കിടന്നുകൊണ്ടാണ് ഈ മീറ്റിംഗ് കേട്ടത്. സ്തോത്രം. എന്നാൽ ഇന്ന് രാവിലെ പ്രഭാതത്തിൽ തനിക്ക് ജോലിക്ക് പോകാൻ ദൈവം ഇടയാക്കി. എന്തെന്നറിയാമോ? ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ. ഹല്ലേലൂയ. ദൈവമക്കൾ കൂട്ടമായി പ്രാർത്ഥിക്കാൻ എവിടെയെങ്കിലും മുട്ടുമടക്കിയാൽ രോഗക്കിടക്കയെ മാത്രമല്ല മാറ്റിയിരിക്കുന്നത്, മരണത്തെ വരെ സ്തോത്രം ചെറുത്തു നിർത്താൻ മുഴങ്കാലിന്റെ പ്രാർത്ഥന. ഇന്ന് രാത്രി ചില കുടുംബത്തിന് വിടുതലായി തീർന്നെങ്കിൽ ഈ രാത്രി ഉറപ്പിച്ചു പറയാൻ കഴിയും, എവിടെയെല്ലാം ദൈവഭക്തന്മാർ മുട്ടുമടക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം വിടുതൽ കാണാതെ അവർ എണീറ്റിട്ടില്ലെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? പലപ്പോഴും നമ്മൾ പറയുന്നു, ഹല്ലേലൂയ, നടക്കത്തില്ല എന്ന് പറയുമ്പോൾ സ്വർഗം പറയുന്നു, ഇല്ല, ഇന്ന് രാത്രി നീ പറയുന്നത് അത് സംഭവിക്കും. ഹല്ലേലൂയ. അതാണ് ഇവിടെ ഭക്തൻ പറയുന്നത്. എന്തെന്നറിയാമോ? ഞാൻ ഇനി എന്റെ കണ്ണെന്തിയില്ല, തിന്മയിലേക്ക് പോകത്തില്ല, സഞ്ചരിക്കത്തില്ല. സ്തോത്രം. ഈ പുസ്തകത്തിനകത്ത് ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയ്യോ പറയുന്നത്, നീ ഒരു കാര്യം നിരൂപിക്കും. എന്താ നിങ്ങൾ നിരൂപിച്ചത്? കാര്യം പറഞ്ഞേ. എന്താ നിരൂപിച്ചത്? എന്താ ഹൃദയത്തിൽ നിരൂപിക്കുന്നത്? അത് പ്രാർത്ഥിച്ച് മടുത്തു പോകരുത്. അതിനുവേണ്ടി കുത്തിയിരിക്കുന്ന ദൈവസന്നിധിയിൽ മുഴങ്കാലിരിക്കണം. ഹല്ലേലൂയ. മുഴങ്കാലിരുന്ന പ്രാർത്ഥനകൾക്കൊന്നും ഒന്നും മാറി നടന്നു പോയിട്ടില്ല. ചെങ്കടൽ പറഞ്ഞു, എടാ മോശേ, നിന്നെക്കാൾ വലിയവനെ കണ്ടതാ ഞാൻ. നിന്റെ പ്രാർത്ഥനയും നിന്റെ ഈ ഉണങ്ങിയ വടിയും നിന്റെ ഈ പുകുരൊന്നും ഇവിടെ നടക്കത്തില്ല. കാരണം എന്റെ പേര് ചെങ്കടൽ എന്നാ. സ്തോത്രം. എന്റെ ആഴം നിനക്കറിയാമോ? എന്റെ വീതി നിനക്കറിയാമോ? 1.4 കിലോമീറ്റർ വീതിയാ എന്റെ വീതി. ലോക ചരിത്രത്തിൽ ഒരു നദിക്കുമില്ലാത്ത വീതി എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഭക്തന്റെ നേരെ കാലൂന്ന് എണീറ്റ് നിന്ന ഒരു ചെങ്കടലിലെ ഒറ്റ പ്രാർത്ഥനയില് അതിന് രണ്ടായി വിഭാഗിച്ചെങ്കിൽ ഇന്ന് രാത്രി നീ നിരൂപിക്കുന്ന കാര്യത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ചിലത് വഴിമാറുമെന്ന് രാത്രിയിൽ, ചിലത് കുടുംബത്തിൽ നിന്ന് വഴിമാറും. കാരണം നിന്റെ പ്രാർത്ഥന ഇന്ന് രാത്രി മുഴങ്കാലിരിക്ക്. ചില കുടുംബത്തെ തേടിയിരിക്കുന്ന, ചില കുടുംബത്തെ തകർക്കാൻ നിൽക്കുന്ന, ചില പോരുകളെ അടിക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവവൈതലേ, നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ നിരൂപിക്കുന്നത് നിരൂപണം നടക്കും. ഹല്ലേലൂയ. ശബദപരഗതുരി. ഈ വചനം ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വരുമ്പോൾ ഞാൻ പറഞ്ഞ, കർത്താവ്, എന്താ ജനം നിരൂപിക്കുന്നത്? നീ എന്താ നിരൂപിക്കുന്നത്? ചെങ്കടൽ എങ്ങനെ കടക്കുമെന്നാണോ? നീ എന്താ നിരൂപിക്കുന്നത്? ഈ രോഗം എങ്ങനെ മാറുമെന്നാണോ? നീ എന്താ നിരൂപിക്കുന്നത്? ഈ കടപ്പാരം എങ്ങനെ മാറുമെന്നാണോ? നീ എന്താ നിരൂപിക്കുന്നത്? എന്റെ മക്കളുടെ ഭാവി എങ്ങനെ നടക്കുമെന്നാണോ? നീ എന്താ നിരൂപിക്കുന്നത്? എനിക്ക് തലമുറ ജനിക്കുമെന്നാണോ? നീ എന്താ നിരൂപിക്കുന്നത്? ഇതെങ്ങനെ ഓവർകം ചെയ്യുമെന്നാണോ? ഇന്ന് രാത്രി പ്ലീസ് ദൈവത്തിൽ മടങ്ങുക. ദൈവം നിനക്ക് വേണ്ടി വഴിതുറക്കാൻ അവൻ സർവശക്തൻ.
പലപ്പോഴും നിരൂപണങ്ങൾ തലത് വഴി അസ്തമിച്ചു പോകുമ്പോൾ, പൂക്കുഴലായി ആമേൻ നിൽക്കുമ്പോൾ ദൈവാത്മ പറയുന്നു, അതിന് അപ്പുറമായി നിന്റെ നിരൂപണങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ നിരൂപണമല്ല ഈ ഭൂമിയിൽ തകർന്ന് ഭാരിപ്പണമായി പോകും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ദൈവഭക്തൻ ഭക്ത അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ജനം ഒന്ന് നിരൂപിച്ചാൽ, ഹല്ലേലൂയ, ചെങ്കടൽ മാത്രമല്ല വഴി മാറുന്നത്, മാറ വരെ മധുരമാവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയുമെങ്കിൽ എന്തിനേറെ യോർദാൻ വരെ വഴി മാറുമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ. നദി പറയുകയാണ്, ഹല്ലേലൂയ, ഈ സോദോം ഗോമോറ മാത്രമല്ല ഇതിനകത്തായിരിക്കുന്ന ഭക്തരെ, ലോത്തെ, നിന്നെ മാത്രമല്ലടാ, നിന്റെ കുടുംബം ഒട്ടാകെ ഞാൻ ഇതിനകത്ത് തകർത്ത് കളയുമെന്ന് പറഞ്ഞ വെല്ലുവിളിക്കുമ്പോൾ അബ്രഹാം മുട്ടുമടക്കിയപ്പോൾ തന്നെ സോദോമിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി ചില സോദോം ഗോമോറകളിൽ ദൈവമഹത്വം വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ, ജൂതന്മാർ ഇറങ്ങുന്ന പട്ടണമാക്കി ദൈവത്തിന്റെ പ്രവൃത്തി മാറുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. 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 വിശ്വാസത്തിന്റെ ഒരു തുടിപ്പുണ്ടെങ്കിൽ, വിശ്വാസത്തിന്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു തരി ഉണ്ടെങ്കിൽ, കരിമരുന്ന പുരയിൽ ഒരു സ്ഫോടനം എന്ന പോലെ നിന്നിലുള്ള വിശ്വാസത്തിന്റെ ഒരു തരി ഇന്ന് രാത്രി നീ പ്രഖ്യാപിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വാസത്തിന്റെ ഒരു തരി ഉണ്ടെങ്കിൽ ഈ രാത്രി ലോകം നിന്നെ വെച്ച് മാറേണ്ടവയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്ക്. എന്തിനാ അവർ എനിക്ക് വേണ്ടി മുട്ടുമടക്കുന്നോ? അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇല്ല. പക്ഷെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മധ്യസ്ഥളിക്കുന്ന ഒരുവൻ നിന്റെ കുടുംബത്തിനകത്ത് നടന്ന് കയറി എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ദൈവമേ, ഇന്ന് രാത്രി ചിലത് നിന്റെ മുമ്പിൽ നിന്ന് വഴി മാറിപ്പോകുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. പലതും നിരൂപിച്ചു അല്ലെ, പലതും നമ്മൾ നിരൂപിച്ചു, ഒന്നും നടന്നില്ല. അവൻ സങ്കടപ്പെടണ്ട കേട്ടോ, സങ്കടപ്പെടണ്ട. ആ സങ്കടത്തെ ഇന്ന് രാത്രി ഏൽപ്പിച്ചോളൂ. ദൈവമേ, ഞാൻ നാളുകളായി ഒരു നിന്നാ വിഷയമായി മുമ്പിലോട്ട് പോവുകയാണ്. നാളുകളായി ഞാൻ എന്റെ പട്ടണത്തിൽ മാത്രമേ, എന്റെ സ്വദേശത്ത്, ഞാൻ പാർക്കുന്ന ദേശത്ത്, ഞാൻ പഠിച്ച സ്കൂളില്, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഞാൻ നിന്ദിതനാണ്, ഒരു നിന്ദിതയാണ്. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ്, എല്ലാവരും എന്നെ പഴിക്കുകയാണ്. പക്ഷെ ഞാനൊന്ന് നിരൂപിക്കുന്നു, അതിന്ന് രാത്രി സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാം. എത്ര പേരുണ്ട് അങ്ങനെയുള്ള വിശ്വസ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. ഹൃദയത്തിൽ നിരൂപിക്കണം, ഹൃദയത്തിൽ നിരൂപിക്കണം, ഹൃദയത്തിൽ നിരൂപിക്കണം. എത്ര എലിയാസർ ഇനി നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ വാഴ്ചയ്ക്ക് നേരെ, നിന്റെ പദ്ധതിക്ക് നേരെ എത്ര എലിയാസർമാർ ഇനി അവൻ കുതികാൽ ഉയർത്തിയാലും പരിശുദ്ധാത്മ പറയുന്നു, അവൻ നിന്റെ ജീവിതത്തിൽ ഒരു തരി ഇന്ന് രാത്രി ഒരു സ്ഫോടനം പോലെ ഉടമലരകത ശമ്പവരാതി ആത്മാവിന്റെ തുടിപ്പ് ഈ രാത്രി എത്ര പേർക്കുണ്ട്? അവരിന്ന് രാത്രി സ്തോത്രം ചെയ്തോ? ഹല്ലേലൂയ. ആമേൻ. സ്വർഗം താഴ്ന്നിറങ്ങി വന്ന ദിവസങ്ങളാണ്. ഒരു ദൈവവൈദ്യൻ ജീവിതത്തിൽ ആരാധന എന്ന് പറയുന്നത് സ്വർഗം താഴെ ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ആമേൻ. കണ്ട് ആമേൻ അത് അനുഭവിച്ചവർ ദൈവത്തിന് സ്തോത്രം കൊടുക്കും. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആ സ്വർഗം താഴെ ഇറങ്ങി വന്നതുപോലെ അല്ലെ, ഒരു നേരം കഴിച്ചില്ലെങ്കിലും, ഒരു നേരം ആമേൻ ഉരുട്ടി കഴിച്ചില്ലെങ്കിലും, ഉരുളയാറ്റ് കഴിച്ചില്ലെങ്കിലും, കോരി കുടിച്ചാലും അതിനകത്തൊരു സുഖമുണ്ടാകും. കാരണം ഉണ്ടെന്ന് അറിയുമോ? നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോഴും ആമേൻ സ്തോത്രം, ദൈവം നിനക്ക് തന്നതിനെ നീ തൃപ്തിയുള്ളവളായിരുന്നത് കൊണ്ട് ഇന്ന് രാത്രി ക്ഷേമത്തോടെ നിന്നെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന് ഇന്ന് രാത്രി നന്ദി കൊടുക്കാൻ, ആമേൻ മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ ഈ രാത്രി ദൈവത്തിന്റെ നിരൂപണത്തെ നോക്കി മാർക്കിടുന്ന ദൈവമല്ല, നിരൂപണത്തെ നോക്കിയത് സാധിപ്പിക്കുന്ന ദൈവമാണ്. ആമേൻ സ്തോത്രം. സദൃശ്യവാക്യങ്ങളിലേക്ക് നമ്മൾ ചിന്തയെത്തിരിക്കുമ്പോൾ 4-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വേദാംശത്തിലേക്ക് വരപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ നീതിമാന്മാരുടെ പാത
ആമേൻ, പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ. പ്രൈസ് ദി ലോർഡ്. അത് നട്ടുച്ച വരെ ആമേൻ ഹല്ലേലൂയ അധികമായും ശോഭിച്ചു വരുന്നു. എന്ത് ചെയ്യുന്നു? അധികമായി എന്ത് ചെയ്യുന്നു? ശോഭിച്ചു വരുന്നു. എപ്പോഴാ? നട്ടുച്ചയ്ക്ക്. ഹല്ലേലൂയ. പുറത്തു നോക്കാൻ കഴിയാതിരിക്കുന്ന സമയത്തും പച്ചന പറയാൻ കഴിയും. ജീവിതത്തിനകത്ത് ദൈവം ഒന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ ആർക്കും കഴിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ആത്മാവിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബ്രേക്ക് ആയെങ്കിൽ ആ ദൈവത്തിനെ കുറ്റപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വാഴ്ചയിൽ, നമ്മുടെ മുൻപിലോട്ടുള്ള വഴികളിൽ എന്തെങ്കിലും ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തെ കുറ്റപ്പെടുത്തണ്ട. നമ്മൾ എത്ര ദിവസം ദൈവത്തിന് മുൻപിൽ മുഴങ്കാൽ മടക്കി? ഒരു മാസം 30 ദിവസം നോക്കിയേ. 30 ദിവസത്തിൽ ദശാംശം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. 24 മണിക്കൂർ ദശാംശം എത്രയാ? 24 മണിക്കൂർ ദശാംശം നിങ്ങൾ കൊടുക്കാറുള്ള ദൈവത്തിന്. സ്തോത്രം. 24 മണിക്കൂർ ദശാംശം എത്രയാന്ന് നിങ്ങൾ കൂട്ടി നോക്കിയേ. എന്നിട്ട് ആ ദശാംശം 24 മണിക്കൂർ ദശാംശം ഓരോ ദിവസവും നിങ്ങൾ കൊടുക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥന. അത് കൊടുത്തു നോക്ക്. ദൈവ കടക്കാരനല്ല. സ്തോത്രം. നമ്മൾ വാരിക്കൊടുക്കുന്നത് വളരെ വളരെ കുറവാണ് അങ്ങനെ കൊടുക്കുന്നവര്. പക്ഷേ നമ്മളെല്ലാം അളന്നു കൊടുക്കുന്നവരാ. രാവിലെ ഒരു തൂമ്പാപ്പണിക്ക് ഒരു മനുഷ്യൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവന്റെ ശരാശരി ശമ്പളം, അവര് കഴിഞ്ഞ ദിവസം ഇവിടെ ജോലി ചെയ്തു, അതെല്ലാം നോക്കും. അവരെന്തെല്ലാം കൊടുത്തു? അവർ ചായ കൊടുത്തു, അവർ വെള്ളം കൊടുത്തു, അവർ കഞ്ഞി കൊടുത്തു. അതൊന്നും കൊടുത്തില്ല. നമ്മൾ കൊടുക്കത്തില്ല. സഹോദരന്മാർ, നമ്മൾ അളന്നു കൊടുക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൊടുക്കത്തില്ല. അവിടെ 750 എടുത്തു. 750 നമ്മൾ കൊടുത്താൽ അതിലോ വെള്ളം പോലും കൊടുക്കത്തില്ല. സഹോദരന്മാർ, പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം ഒന്ന് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലേ അങ്ങ് തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ അധ്വാന ഫലമാണോ ദൈവം തരുന്നത്? ദൈവം ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്താൽ, ഒരു മനുഷ്യനെ ദൈവം ടാർഗറ്റ് ചെയ്താൽ അവനെ ദൈവം അങ്ങ് അനുഗ്രഹിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിനെ ആർക്കും ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഈ കൈ ഒന്ന് മലർത്തി നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നോക്കുമ്പോ പായസം കുടിക്കുമ്പോൾ മാത്രം. അത് ഒരു കൈയല്ലേ? സ്വതന്ത്രം. പായസം കുടിക്കുമ്പോൾ മാത്രമല്ലേ മലർത്തി നോക്കുന്നത്? എങ്ങനെയാ? നല്ലവണ്ണം ഒന്ന് നാക്കൊക്കെ ഇട്ട് നക്കിയൊക്കെ നോക്കും. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പഴവും കൂട്ടി പപ്പടം എല്ലാം കൂട്ടി വിരകി കല്യാണ വീട്ടിൽ പോയാലും ആൾക്കാരെ നോക്കാതെ, ആൾക്കാരെ എന്ത് ശ്രദ്ധിക്കണമെന്നല്ല, നല്ല പായസം വന്നാലും വിരവി അടിക്കുന്ന ആൾക്കാരെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് നല്ല ഒന്ന് കയ്യെ കഴിയില്ലേ ഒന്ന് ഇത് മലർത്തി നോക്കണം. ഇതിനകത്ത് ചിത്രപ്പണികൾ എങ്ങനെയാണെന്ന്. സ്തോത്രം. ഇതൊരു കൈനോട്ടക്കാരൻ്റെ അടുത്തുകൊണ്ട് വെച്ച് നോക്കാൻ വേണ്ടിയുള്ള വരകളല്ല ഇത്. ദൈവം നിന്റെ കയ്യിൽ വരച്ചിരിക്കുന്ന ചിത്രപ്പണി ഉണ്ടല്ലോ, ഇത് ഇന്നോ ഇന്നലെ വരച്ചതല്ല. നീ ഒരു പ്രിന്റ് ആധാരമായി തീർന്നതിന് മുമ്പേ 139 പറയുന്നു, നീ ഒരു പ്രിന്റ് ആധാരമായി. 136 പറയുന്നു, നീ അമ്മ ഉദരത്തിൽ മെടയുമ്പോൾ തന്നെ, മെടഞ്ഞപ്പോൾ തന്നെ അവൻ കണ്ടിരിക്കുന്നു. അവിടെ തന്നെ മാംസപിണ്ഡമായി 100 ഗ്രാമായി, 200 ഗ്രാമായി, 500 ഗ്രാമായി, 1 കിലോയായി, 1.5 കിലോയായി, 2 കിലോയായി, 200 ഒരു മനുഷ്യൻ പുറത്തു വരുന്നതിന് പോലെ ഓരോ ഭാഗത്തും ഓരോ മാസം കഴിയുമ്പോഴും രൂപ ഭംഗി വളർത്തി ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യന്റെ സൗന്ദര്യവും ബുദ്ധിയും അറിവും ജ്ഞാനവും കൊടുത്ത് ദൈവം സൃഷ്ടിച്ചെങ്കിൽ ഈ സൃഷ്ടിപ്പ് ഏറ്റവും ഗുണകരമാണ്. മനുഷ്യനാണ് പലപ്പോഴും തിരിഞ്ഞു നോക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു, നിന്റെ നിരൂപണങ്ങൾ അത് ദൈവത്തിന്റെ ജീവിതത്തിൽ നിന്ന് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത്ഭുതങ്ങളിലേക്ക് ദൈവം വരുത്താൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വാക്യത്തിൽ എന്താണെന്നറിയാമോ? സകല ഒന്ന് വായിച്ചേ. 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവിടെ എന്താ അയ്യോ പറയുന്നത്? ഒന്ന് വായിച്ചേ. 1:3. പ്രൈസ് ദി ലോർഡ്. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിക്വാസികളിലും മഹാനായിരുന്നു. ഈ മഹാനായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു കൊടികാറ്റ് പോലെ ആഞ്ഞടിപ്പാനിടയാണ്. ഈ കൊടികാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മക്കളെ പോലെ കരുത്തുറ്റവരും കിടയറ്റവരും ഈടുറ്റവരും വേറെ തലമുറയില്ലെന്ന് പ്രസന്റ് ചെയ്ത ദൈവം
അവരുടെ വഴിവിട്ട ജീവിതത്തിലേക്ക് വന്നപ്പോൾ പിതാവിന്റെ പ്രാർത്ഥന ദൈവം നോക്കിയില്ല. സ്തോത്രം. പിതാവിന്റെ പ്രാർത്ഥന നോക്കാതെ 10 ഒറ്റ രാത്രി കൊണ്ട് ഒരു കാറ്റിങ്ങോട്ട് വന്ന് അടിച്ച് ഭവനത്തിന്റെ മൂലകളിൽ അടിച്ച് വീഞ്ഞിന്റെ നടുവിൽ മത്തരായി ചാഞ്ചാടി നിൽക്കുന്ന തലമുറകളുടെ മണ്ടയ്ക്ക് ആമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. യോബ് അതിനും കുലുങ്ങിയിട്ടില്ല. സ്തോത്രം. ഇന്ന് രാത്രി ആമേ നഷ്ടങ്ങൾ പറഞ്ഞ് പിശാച് നമ്മെ പല രാത്രികളിലും പല പകലുകളിലും പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പറയും നഷ്ടക്കച്ചവടം എന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി ഞാൻ ദൂതായിട്ട് പറയാം, നഷ്ടമല്ല കേട്ടോ, പരാജയം എന്ന് പറയുന്നത് അടുത്തൊരു കുതിപ്പിനുള്ള ഒരു കിരീടം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പരാജയം എന്ന് പറഞ്ഞാൽ അടുത്തൊരു കുതിപ്പിലേക്ക്, ലോക റെക്കോർഡിലേക്കുള്ള ഗിന്നസ് ബുക്കിലേക്ക് നിന്നെ കൊണ്ടുവരാനുള്ള ഒരു കിരീടമാണ് ആദ്യത്തെ പരാജയം. അതിന് യോബ് ആണ് ജയിപ്പാനിടയായെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിലേക്ക് ഈ ദൈവത്തെ അറിഞ്ഞ ശേഷം നീ പരാജയത്തിലേക്ക് കുതിക്കുന്നെങ്കിൽ, അവൻ നീ നിന്നതായെങ്കിൽ നീ അവൻ മഹാപീഡയിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പുസ്തകത്തിലൂടെ പറയാം, നിന്റെ തലയിൽ കിരീടം ഇരിപ്പുണ്ട്. അതെ, എല്ലാവരും നിന്നെ ചാർത്തിയ തോൽവിയുടെ കിരീടമാണ്. ഈ കിരീടത്തിന് മുത്തുകൾ വരുന്നൊരു സമയമുണ്ട് യോബേ. ഹല്ലേലൂയ. അവൻ അതിലും വിശ്വസ്തനായിരുന്നപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി യോബിന്റെ മേൽ വെളിപ്പെടുവാനിടയായി. സകലത്തിലും യോബ് അനുഗ്രഹിക്കുവാനിടയായി. സകലത്തിന്റെ മേൽ ദൈവം അവന് കൊടുത്ത സകലത്തിന്റെ മേലും ഈ യോബ് അവനെ കരുത്തുറ്റവനായി തീർന്നു. പക്ഷേ തലമുറയെ വച്ച് പിശാച് ഈ യോബിനോട് ചോദിച്ചപ്പോൾ തലമുറയെ മുൻപിലിട്ടുകൊണ്ട് ഈ യോബ് പറഞ്ഞത്, എടാ പിശാചേ, ഈ തലമുറ ദൈവമാണെങ്കിൽ അവൻ എനിക്ക് ദോഷമായി ചെയ്ത ദൈവമല്ലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ് ഈ യോബ് സാത്താനോട് വെല്ലുവിളിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവജനത്തോട് പറയുക, ഒരു വേദന വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പരിഹാസം വരുമ്പോൾ, ഒരു നിന്ന വരുമ്പോൾ, പിശാചേ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലടാ. 2026 ഇതുവരെ ഞാൻ പ്രാപിക്കാത്തതായി ഒരു കുതിപ്പ് എന്റെ ജീവിതത്തിലേക്ക് ദൈവം തരാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ 2020 നീ അനുഭവിക്കുന്ന വേദനകൾ 25ലേക്ക് വന്നപ്പോൾ ദൈവം പറയുന്നു, ഇന്നൊരു കുതിപ്പിച്ച വർഷമാ. ഹല്ലേലൂയ. പരാജയത്തിന്റെ ചീട്ടുകൾ നിന്റെ മുമ്പിൽ വലിച്ചിട്ടപ്പോൾ അതിന്റെ നടുവിലും ദൈവം പറയുന്നു, ഈ 25 കഴിഞ്ഞ 4 വർഷം നീ പരാജയത്തിലേക്ക് കുതിച്ച വ്യക്തിയാണെങ്കിൽ 25ലേക്ക് ദൈവം പറയുന്നു, നീ ഇതുവരെ കാണാത്ത സുരക്ഷകരമായ ഒന്നിൽ നീ നിരൂപിച്ചു, അതിലേക്ക് നടത്താനാണ് ദൈവം തെറ്റിച്ചത്. അവയെ പ്രതീക്ഷ തന്നത്. ഹല്ലേലൂയ. ആമേൻ. ചിലർക്ക് ദൈവം തരുന്നത്, ചിലർക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നത്. ഹല്ലേലൂയ. ഞാനിന്ന് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മാസ്റ്റർ, നിങ്ങളെ കണ്ടായിട്ട് മനസ്സിലാകുന്നില്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് ഷാരിപ്പാസ് ആണോ? ആമേൻ. നിങ്ങൾ ഒരു 10 വർഷം മുമ്പേ കണ്ടപോലെ അല്ലല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണണം. ഇടയ്ക്കിടെ കണ്ടു കഴിഞ്ഞാൽ മാറിപ്പോകത്തില്ല, ഇല്ലെങ്കിൽ ആള് മാറിപ്പോകും. നമ്മുടെ കർത്താവ് അറിയാമോ, ഒരു മറ്റേ മേലെ ഇറങ്ങിയാലേ നിന്റെ രൂപം മാത്രമല്ല കേട്ടോ, നിന്റെ ശബ്ദം മാത്രമല്ല കേട്ടോ, നിന്റെ സ്റ്റൈലിന് വരെ ദൈവം മാറ്റും. സ്വതന്ത്രം പറ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാല് നോക്ക്, ദാവീദിനെ നോക്ക്, കാട്ടിക്കിടന്നവൻ, പഴയ പൊക്കണം അവൻ തൂക്കി നടന്നവൻ, പഴയ തുരുത്തിയിൽ അവൻ വെള്ളം കുടിച്ചവൻ, പഴയ കുപ്പായം ഇട്ട് നടന്നവൻ, ഹല്ലേലൂയ, പഴയ കവണയുമായി നടന്നവൻ, പഴയ കല്ലുമായി നടന്നവൻ. ദൈവം അവന്റെ മണ്ടയ്ക്ക് കയറിയപ്പോഴേ ഹല്ലേലൂയ, അവന്റെ രൂപം മാറി, അവന്റെ ഭാവം മാറി, അവന്റെ കസേര മാറി, അവന്റെ ഡ്രസ് മാറി, അവന്റെ കവണ മാറി, അവന്റെ പഴയ വടി മാറി പൊൻ ചെങ്കോലാക്കിയെങ്കിൽ, പഴയ തുരുത്തി മാറി പൊൻ തുരുത്തിയാക്കിയെങ്കിൽ, പഴയ വീഞ്ഞ് മാറി പുതിയ വീഞ്ഞാക്കിയെങ്കിൽ, ഇന്ന് രാത്രി പറയട്ടെ, പഴയ തുരുത്തികളെ പുതിയ വീഞ്ഞ് പകരത്തില്ല. നിങ്ങളുടെ പുതിയ മനുഷ്യനാണ് നിന്റെ ദൈവം മാറ്റാൻ പറയാം. ആമേൻ. ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ?
ഇല്ലെങ്കിൽ നിനക്കും എനിക്കും അസാധ്യമായതൊന്നും ഈ ഭൂമിയിലില്ല. നിന്റെ ആർക്കെങ്കിലും തകർക്കണമെങ്കിൽ നീ വഴങ്ങി കൊടുത്തെങ്കിൽ മാത്രമേ നിന്നെ തകർക്കത്തുള്ളൂ. നിന്നെ ആർക്കെങ്കിലും ഉടയ്ക്കണമെങ്കിൽ, നിന്നെ ആർക്കെങ്കിലും നിന്ദിക്കണമെങ്കിൽ നീ അവിടെ സറണ്ടർ ആകണം. എന്ന് രാത്രി ദൈവ പൈതലെ ആത്മാവിൽ ദൂത് പറയട്ടെ, അകത്തേക്ക് രാത്രി പ്രവേശിക്കാൻ പോലും ആമേൻ അനുവദികളല്ല. പക്ഷേ ദൈവാത്മാവ് ആരോടൊക്കെ പറയുന്നു, നിന്റെ നിന്ദകളെ തുടച്ചു മാറ്റുന്ന, നിന്റെ നിന്ദകളെ തുടച്ചു മാറ്റുന്ന, നിന്റെ തിരുവുപടങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നവൻ, നിന്റെ ഉള്ളവരെ അറിയുന്നവൻ, നിന്നെ മാനിക്കുന്നവൻ, നിന്നെ മഹത്വത്തിലേക്ക് നടത്തുന്നവൻ, നിന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നവൻ ഇന്ന് രാത്രി കുടുംബങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവകുഞ്ഞെ ഈ രാത്രി കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ വെറുതെ വീട്ടിനകത്തിരുന്ന് സമയം പോക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. വായിക്കാം 4:15 നമ്മൾ വരപ്പെടുമ്പോ അവിടെ ഇയ്യോബ് ചില കാര്യങ്ങൾ അവിടെ പബ്ലിക്കിൽ പറയുകയാണ്. 4-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ ഒന്ന് കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്നു, എന്റെ ദേഹത്തിന് രോമകർഷം ഭവിച്ചു. എന്താ അവിടെ സംഭവിച്ചെന്നറിയാമോ? എന്റെ ശരീരത്തിനകത്ത് ചില സംഭവങ്ങളിൽ ഉടലെടുക്കുകയാണ്. പക്ഷെ ഒന്നവർ പറയുന്നു, ആത്മാവിന്റെ ശരീരത്തിലേക്ക്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവുള്ള എത്ര പേരിനകത്തിരിപ്പുണ്ട്? ദൈവാത്മാവിൽ സഞ്ചരിക്കുന്നവർ, ദൈവാത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ, ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, ദൈവാത്മാവിൽ സഞ്ചരിക്കുന്നവർ, ദൈവാത്മാവിൽ പ്രവചിക്കുന്നവർ, ദൈവാത്മാവിൽ വചനം വായിക്കുന്നവർ, ദൈവാത്മാവിൽ പ്രസംഗിക്കുന്നവർ, ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, ദൈവാത്മാവിൽ കാര്യങ്ങൾ സംസാരിക്കുന്നവർ, ദൈവാത്മാവിൽ ഉപജീവനങ്ങൾ ചെയ്യുന്നവർ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരെ നോക്കി ദൈവാത്മാ പറയുന്നു, നിന്റെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്റെ കാലിന് പ്രശ്നമായപ്പോ, ഇന്നലെ ആയപ്പോ എന്റെ അതേ ഇടത്തെ കാലിന്റെ മുട്ടില് പ്രശ്നമായി. അപ്പൊ ഞാൻ വചനം പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് വന്നു. നിന്റെ കാല് നിനക്ക് ഇടർച്ചയ്ക്ക് എന്ത് ചെയ്യാ, എന്താ ചെയ്യാൻ പറഞ്ഞേ? അന്നേ ഡോക്ടർ പറഞ്ഞ മുറിച്ച് കളയാൻ. ഞാനാ പറഞ്ഞ വേണ്ട. അന്നേ അതിനെ മുറിച്ച് കളഞ്ഞെങ്കിൽ ഇന്ന് നല്ല പെൻഷൻ വാങ്ങിക്കായിരുന്നു, നല്ലൊരു ജോലിയിൽ ഇരിക്കായിരുന്നു. സ്വന്തം പറഞ്ഞിട്ട് അന്നേ ഡോക്ടർ പറഞ്ഞതാ, ഇത് വച്ച് പൊത്തി പിടിക്കരുത്, അതിനെ മുട്ടിന്റെ വളച്ചൊക്കെ മുറിച്ച് കളയാം. ഞാനാ പറഞ്ഞു ഡോക്ടറെ മുറിക്കണ്ട, ഇതിങ്ങനെ ഇരിക്കട്ടെ പ്രതിമ പോലെ. ഇപ്പൊ എനിക്ക് ഇടർച്ചയെ വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും നോക്കുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിലോട്ടൊന്നും നോക്കരുത്. വചനത്തിൽ വാ. വചനം എന്താ പറഞ്ഞത്? നിന്റെ കാല് നിനക്ക് ഇടർച്ചയെങ്കിൽ എങ്ങനെ? വചനത്തിന് വേണ്ടി ഓടാൻ, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓട്ടത്തിന് നിന്റെ കാൽ ഇടർച്ചയെങ്കിൽ, ഹല്ലേലൂയ, വേണ്ടുമണ്ണം ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ആമേ, പാപത്തിന് വേണ്ടി ഓടാൻ വേണ്ടി അത് ഇടർച്ചയെന്നാണോ? അല്ലെന്നേ, നേരെ തിരിച്ചു ചിന്തിക്കുക. ആമേ, സ്തോത്രം. എപ്പോഴും നെഗറ്റീവിലേക്ക് പോകാതെ പോസിറ്റീവിലേക്ക് പോവാം. ഇന്ന് രാത്രി ആമേ ഒന്ന് മാറ്റി പിടിച്ചു നോക്കിക്കേ. ദൈവത്തിന്റെ വേലയ്ക്കായി ബൈബിളിന് വേണ്ടി പോകാൻ കാലുകളെ ഇടർച്ചയെങ്കിൽ അതിനെ വെട്ടിക്കളയാതെ പറഞ്ഞത്. ഇന്ന് രാത്രി കാലിന് വില കൊടുക്കരുത്, തലയ്ക്ക് വില കൊടുക്കരുത്, കൈക്ക് വില കൊടുക്കരുത്. വില കൊടുക്കുന്ന ഒന്നേ ഉള്ളൂ, പുസ്തകത്തിന് വില കൊടുക്കുക. ഇതിൽ വില കൊടുക്കുന്നവരെ കണ്ടുപിടിച്ച് മാറിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഞങ്ങളുടെയൊക്കെ ഓപ്പൺ മീറ്റിംഗ് വന്നിരിക്കണം. തീ വരും, തീ 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 പാറി തീ ഇങ്ങനെ കൊള്ളികൊണ്ട് ചുമരിൽ അടിച്ചു കഴിഞ്ഞാൽ ചിതറി വീഴുന്നത് പോലെ ഇന്ന് രാത്രി ഇതിനകത്തുന്ന ഒരു തീക്കൊള്ളി നിലത്തടിക്കുമ്പോൾ ചിതറി വീഴുന്നത് പോലെ ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ദൈവമേ, നിന്റെ മേൽ വന്ന് വീഴുന്ന തീക്കൊള്ളി ഉണ്ടല്ലോ, അത് നിന്നെ പൊള്ളിക്കാൻ വേണ്ടിയല്ല, നിന്റെ ശരീരത്തിൽ നാളുകളായി കെട്ടിയിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇറക്കി മറിക്കുന്ന ഒരു ദൈവശക്തി, ഒരു തീക്കലായി എന്ന രാത്രി കേവലം ഒരു ഗൂഗിളായിട്ട് കാണണ്ട, അതിനകത്തൊരു തിരിമാറുന്നുണ്ട്. അഭിഷേകത്തിന്റെ അഗ്നി ചേർത്ത് കാത്തികളെറിയ നിന്റെ മുമ്പിൽ നിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആത്മാവിന്റെ അഗ്നി. Praise the Lord, praise the Lord.
ഹല്ലേലൂയ. ഈ രാത്രിയിൽ ആത്മാവിന്റെ ശക്തി എന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. ഒരു അടുപ്പത്തിലെ കൊള്ളി നിലത്തടിച്ചത് ഭവൻ സ്ഫോടനം പോലെ എന്ന രാത്രി അതൊക്കെ കുടുംബത്തിനകത്ത് നാളുകളായി പടിയടച്ച് പിന്നാൻ വെച്ച രോഗം സമ്മാനമായി തന്നെന്ന് പറഞ്ഞ് പലരും നിന്നെ വിട്ടു മാറിയപ്പോൾ ഇന്ന് രാത്രി അപുരം പറയുന്നു, ഈ വീട്ടിനകത്ത് സ്ഫോടനം സംഭവിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ നടുവിൽ ആമേൻ സ്തോത്രം പലരൊക്കെ ഇന്ന് രാത്രി വിട്ടുമാറുന്ന രാത്രിയാ. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? നിന്നേക്കാൾ ശ്രേഷ്ഠമായവർ, നിന്നേക്കാൾ സമ്പന്നരായവർ, ആരോഗ്യമുള്ളവർ പലരും വീട്ടിനകത്തിരുന്ന് മൊബൈലിൽ പലരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി അപുരം പറയുന്നു, നിന്നെ ഈ സ്ക്രീനകത്ത് കൊണ്ടുവന്നെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രപഞ്ചം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഇടം കൊടുക്കുക. ദൈവമേ, നീ തന്ന അവയവം ഇതിന്റെ പിന്നാലെ പോയി എനിക്ക് സമയമില്ല. അറിയണം, 380 ആയിരുന്നപ്പോ ബി പി എന്നോടൊരു ഡെയിലി ഓരോ ഗുളിക. അപ്പൊ ഇത് പൊതി കെട്ടി പോണമല്ലോ. ഇല്ല തങ്കമേന്റി, പൊതി കെട്ടിക്കൊണ്ട് പോകണം. ഇല്ല റോസൻ സിസ്റ്ററെ, ഇത് പൊതി കൂടെ കൊണ്ടുപോകണം. ഞാൻ പറയും, ഇതൊന്നും നമുക്ക് പഠിച്ചില്ല, പണിയല്ല. കർത്താവെ, നിന്റെ ശുശ്രൂഷ തീർന്നെങ്കിൽ എടുത്തുകളാ. ബി പി, ഷുഗർ എങ്കിൽ ഷുഗർ. ഇനി എന്തൊരു പ്ലാന് വന്നാലും ഇവിടെ റെഡി, ഐ ആം ഓക്കെ, റെഡി ആയിരിക്കുക. ആമെ, തീർന്നെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ ഇത് ഞാൻ ഉപേക്ഷിച്ചിരിക്കാം. സ്വന്തം ആമെ എല്ലാവരും വാരി വീട് തോട്ടിനകത്ത് കയറി ഓട്ടെ 10-20-300 രൂപ പോയി കുഴപ്പമില്ലേ. ആമേ, ബി പി എപ്പോ ഓടിയെന്ന് കേട്ടാ. ആമേ, ഇതിനകത്ത് ഏറ്റവും ഹൈ ബി പി ഡോസ് കൂടി ആളുകൾ എത്തിപ്പോണ്ട്. പ്രീസലോ. എന്നാൽ തമ്പുരാന്റെ മീറ്റിങ്ങിനകത്ത് കയറിയപ്പോഴേ സ്തോത്രം, ബി പിയുടെ ഡോക്ടർ ഇനി മേലില് ഈ സെക്ഷനിലേക്ക് വന്നു പോയി. ആമേ, സ്തോത്രം. ഹൈ ബി പി ഉള്ള ആളുകൾ തിരിക്കൊണ്ടേ സ്തോത്രം. അടുത്തൂടെ പോയാൽ നമ്മുടെ ശരീരത്തിൽ ബി പി കയറും. പ്രീസലോ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റില് ലൈൻ കമ്പി പൊട്ടി വീഴ്ന്നു കഴിഞ്ഞാൽ ആമേ അടുത്തൂടെ പോകുമ്പോൾ ആ കണ്ണെടുക്കുന്നത് പോലെ ഇതിനകത്തിരിപ്പുണ്ട്. പിന്നെ ആ സെക്ഷനിലെ ആള് വന്നത് ഇനി മേലില് ഈ സാധനം കൊണ്ട് ഇങ്ങോട്ട് വന്നു പോകുന്നു. എന്താ കാര്യം അറിയാമോ? വചനം അങ്ങോട്ട് കയറിയപ്പോഴേ ബി പി ഗിരിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് രോഗമാണോ? അല്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെ മേൽ ഇറങ്ങിയാല്, ഒരു സ്ഫോടനം ഇറങ്ങിയാല് അകത്ത് കുടിയിരിക്കുന്ന പലതിനെയും പുറത്തെടുക്കും. ദിവ്യാതാൽ പതിയിട്ട് കിടന്നു. താമേ സ്തോത്രം. പ്രീസലോ. തിരിഞ്ഞും അടിയിൽ താമേ താവളം സ്ഥാപിച്ച് ഉറപ്പിച്ചു കിടന്നു. ഇവർ ചവിട്ടുമ്പോൾ ആദ്യമേക്ക് അവരെ വിടുങ്ങണം. ഇന്ന് രാത്രി പലയിടത്തും ആമേ ആഴിയിൽ പതിയിട്ട് കിടക്കുന്ന ഉദാരവൽക്കനാദി അടിയിൽ പതിയിട്ട് കിടക്കുന്ന അവരെ തിരിഞ്ഞത്തെ അതിന്റെ പതിയിരിപ്പിനെ കണ്ടുപിടിച്ച് ഹല്ലേലൂയ അവൻ ദിവ്യാതാവിന്റെ കാത്തിരിപ്പിനെ കണ്ടുപിടിച്ച് തന്റെ ദിനത്തിന്റെ യാത്രയ പലത് വഴിയിൽ പുസ്തകമാക്കിയിട്ട് അവർ വിശ്രമിക്കുമ്പോൾ പ്രഭാതത്തിൽ അവരുടെ മുമ്പിൽ ഭക്ഷണമായി എത്തിയത് ദിവ്യാതന്റെ തലയാണ്. ഹലോ, നിങ്ങൾ കൂടെ ഉണ്ടോ? തകർക്കുമെന്ന് പറഞ്ഞവന്റെ തലയാണ് കാടകളെ പോലെ അവരുടെ അടുത്തെത്തിയ ഭക്ഷണമായി. ഇന്ന് രാത്രി നിന്റെ വീട്ടിന്റെ മുമ്പിൽ നിനക്ക് വിരോധമായി പതിയിരിക്കുന്നവരുണ്ട്. നീ ഭാരപ്പെടണ്ട. ആമേൻ. നീ മുട്ടുമടക്ക്. ആമേൻ. മുട്ടുമടക്കി പ്രാർത്ഥിക്ക്. നിന്റെ മുമ്പിൽ കൊണ്ടുവരും. നിന്റെ മുൻപിൽ. സ്വന്തം. ഹല്ലേലൂയ. പാസ്റ്റർ മാറ്റാൻ വേണ്ടി പലരും ഒപ്പിട്ട് പേപ്പറും കൊണ്ട് മുമ്പിൽ വരും. അതിലൊന്നും കൈവച്ചു ഓടിത്തള്ളി കളയണം. സ്വന്തം. പ്രൈസലോ. കമ്മച്ചി കൂടി പേപ്പറും കൊണ്ട് സഭയ്ക്കകത്ത് ഒപ്പിടാൻ വേണ്ടി വന്ന ഒറ്റ പോക്ക് പോയി. വണ്ടി എടുക്കണം, ഒരു വിടിയരുത്. ആമേ പോലെ പറയാൻ നിൽക്കരുത്. കാരണം അന്ത്യകാലമാ. സഭയ്ക്കകത്ത് പിശാച് നുഴഞ്ഞുകയറിയിരിക്കുന്നു. അവിശുദ്ധന്മാരെ പുറത്താക്കാൻ പിശാച് നുഴഞ്ഞുകയറിയിരിക്കുന്നു. ഈ 2025 അങ്ങനെ ഉള്ളവരെ വിട്ട് ഓടി മാറാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ദിനം ഇന്ന് രാത്രി ഒരുമിച്ച് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ സഭയെ കെട്ടിയിരിക്കുന്ന പൈശാചിക ഭൂതശക്തികളെ വിടുവിക്കാൻ ദൈവത്തിന് മറുപടി പറയുന്നു. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. ഓ ഹല്ലേലൂയ. എന്താ ഗോപുരം? പാതാള ഗോപുരം. അപ്പൊ ഉണ്ടല്ലേ? ഉണ്ട്, ഗോപുരമുണ്ട്. പാതാള ഗോപുരം ഉണ്ടെന്നേ. ഹല്ലേലൂയ. അല്പം ഒരു മീശ ഇരുന്നാൽ അവൻ മാനസാന്തരപ്പെട്ടില്ല. ഒരു വെള്ള ഉടുപ്പിട്ടില്ലെങ്കിൽ, വെള്ള സാരി ഉടുത്തില്ലെങ്കിലോ അവൾ മാനസാന്തരപ്പെട്ടില്ല. എന്തിനേറെ ഒരു പൊട്ട് കമ്മലിട്ട് കഴിഞ്ഞാൽ അവൾ ഒരു പിന്മാറ്റത്തിലേക്ക് പോയി. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു കളർ സാരി കൊടുത്ത, ഒരു മെരിക്കോള സാരി കൊടുത്തു വന്നു കഴിഞ്ഞാൽ അയ്യോ ഇപ്പൊ അവരുടെ പോക്ക് വേറെ എന്ന് സ്ഥാപിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ
നീ പറ, തെളിയിച്ചു കാണിക്കണം, ജീവിതം തെളിയിച്ചു കാണിക്കണം. കേവലം ആമേ സ്തോത്രം ഒരു മിനിക്കിലോ ഒരു പൊട്ട് കമ്മലിലോ ഒരു മാലയിലോ ഒന്നും ദൈവം കണക്ക് ചോദിക്കാതെ മാറത്ത് പൊളിച്ച ദൈവം പറയുന്നു, എന്ന് രാത്രി ചില കുടുംബത്തോട് വാദിച്ചു നിൽക്കുന്ന ചില ബന്ധനങ്ങളെ പൊട്ടിച്ചു മാറ്റാൻ ദൈവത്തിന് കഴിയും. കാരണം നമ്മുടെ കർത്താവ് ആമേൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് വേണ്ട. ആമേൻ. അതുകൊണ്ട് നമ്മളൊന്ന് മാറ്റും. അതുകൊണ്ട് ആമേൻ ഇട്ടുകൊണ്ട് വരുന്നവരെ അവര് പിന്മാറ്റക്കാരെന്നോ നീ ഊരിയാലെ കരുവുള്ളൂ എന്ന് പറയുന്നതോ അതൊന്നും ദൈവം നടത്തിപ്പൊന്നുമല്ല കേട്ടോ. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണം. അതിനെ പറ്റി പോകുന്നത് തിരിച്ചു മടങ്ങി വരാം. സങ്കീർത്തനം 138:6 മടങ്ങി വരാം. സങ്കീർത്തനം 138:6 വരുമ്പോൾ അവിടെ സങ്കീർത്തന പ്രമാണിയായിരിക്കുന്ന ആമേൻ തന്റെ ഭക്തനായ ദാവീദ് ഒരു ദൂത് പറയും. 138 ആമേൻ 6-ാമത്തെ വാക്യം. വായിച്ചു 136. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവർ ദൂരത്ത് നിന്ന് അറിയുന്നു. സ്തോത്രം. 138:6 ഇവിടെ പറയുന്നത് യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ അവർ എന്ത് ചെയ്യുന്നു? പറഞ്ഞേ, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞേ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ അവർ എന്ത് ചെയ്യുന്നു? കടാക്ഷിക്കും. താഴ്മ. എന്നാൽ സദർശി അദ്ദേഹത്തിൽ പറയുന്നത് താഴ്മയ്ക്കും യഹോവയ്ക്കുമുള്ള പ്രതിഫലം എന്താ? ധനവും മാനവും അടുത്ത പ്രധാനമായ കാര്യമാണ് ജീവൻ. ഇത് മൂന്നുമാണ് താഴ്മയ്ക്കുള്ള ദൂത്. അത് മനുഷ്യരുടെ താഴ്മ, ദൈവസ്വന്റെ താഴ്മ. മനുഷ്യരുടെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. അവരിങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ നമ്മള് കർത്താവ് കവർണഭൂമിയിൽ ഒഴിഞ്ഞു പോയതുപോലെ നമ്മളങ്ങ് ഒഴിഞ്ഞങ്ങ് പോകും. അതിന്റെ മധ്യത്തിൽ വീര്യപ്രവർത്തി നമ്മളിൽ കൂടെ ചെയ്തെടുക്കാറുണ്ട്. സ്തോത്രം. പ്രൈസലോ. ഇതിനകത്തിരിക്കുന്ന ദൈവമുണ്ട്, നിന്റെ മേലുള്ള അഭിഷേകമുണ്ട്. അതെന്തിനുള്ളതെന്നറിയാമോ? അവൻ ദേശത്തിന് നടുവിൽ ഇറങ്ങി ദൈവപ്രവർത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അവൻ നിങ്ങൾ ഉൾപ്പെടുന്ന സഭയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനാ ദൈവാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന സ്തോത്രം ദൈവത്തിന്റെ അഭിഷേകം. ഹല്ലേലൂയ. എന്ന രാത്രി അഭിഷേകത്തിന്റെ തൈലം ചില കുടുംബത്തിനകത്തേക്ക് വ്യാപരിക്കുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? അത് പറഞ്ഞത് ഗർവിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. സ്തോത്രം. അതെന്താ ദൂരത്ത് നിന്ന് അറിയുന്നത്? അടുത്തു വന്നെന്താ അറിയാത്തത്? അവന്റെ വരവ് കാണുമ്പോഴേ അറിയാം. പള്ളിയിൽ നിന്ന് ആരാധനയ്ക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ആരാധനയ്ക്ക് ഇറങ്ങി രണ്ടാമത്തെ ജംഗ്ഷനിലേക്ക് വന്നപ്പോൾ ട്രാഫിക്കായി. ഒന്ന് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി, രണ്ട് കാല് ഊന്നി വണ്ടി നിൽക്കുക. അപ്പോഴാ ബാക്കിൽ നിന്ന് വന്ന ഒരുത്തൻ നമ്മുടെ ഫ്രണ്ടിൽ കയറി ഓവർടേക്ക് ചെയ്ത് പോയി. അവൻ ആദ്യഭാഷ കൊണ്ട് ഇറങ്ങിയതാ വണ്ടിയിൽ നിന്ന്. സ്തോത്രം. അവൻ അടുത്ത വാക്ക് വലിയ ഉടുപ്പൊന്നും ഇടൂല. സ്തോത്രം. എവിടെ പോയിട്ടാ വന്നേ? പള്ളിയിൽ പോയിട്ടാ. വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തുണ്ട്? യഹോവ ഈരെ. ബാക്കിൽ എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ ജീവന്റെ ബലം. പ്രൈസലോ. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഗർവിയെ കർത്താവ് ദൂരത്ത് നിന്ന് ഗ്രഹിച്ച് അവന് വേണ്ടിയത് കൊടുക്കും. അതാ 7-ാമത്തെ വാക്യം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈ നീട്ടും. നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. എന്നെ നീട്ടുന്ന ആമേശ്വരൻ ഞാൻ കഷ്ടതയിൽ അത് നടുവിൽ അവൻ നടന്നാൽ, അപ്പൊ ഇവിടെ കഷ്ടതയുണ്ട്, അതിനൊരു പോയിന്റ് ഉണ്ട്. അവിടെ കൂടെ ദൈവം നടന്നു പോയാലും അവിടെയും ദൈവത്തിന്റെ പോറ്റാൻ ശക്തനാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം അറിയത്തില്ലേ, ഒരു വിശുദ്ധന്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുക്കുന്ന അവൻ സമയത്ത് അവൻ കറക്റ്റായിട്ട് അതിനകത്തിറങ്ങി നിൽക്കുന്നെങ്കിൽ യോബിന്റെ പുസ്തകം താക്കോൽ അധ്യായം പറയുന്നത് 42-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ യോബ് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം മടക്കി കൊടുക്കുകയാണ്. സ്തോത്രം. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി ഈ യോബിന്റെ മേൽ വെളിപ്പെടുമ്പോൾ പറയുകയാണ്. സ്തോത്രം. ആമേൻ. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. കണ്ടോ? ആമേൻ. നമ്മൾ താഴ്മ ധരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ചില വർഷങ്ങളിൽ ഡയറി എഴുതുമായിരുന്നു. ചില വർഷങ്ങൾ ഏകദേശം 10-20 വർഷം ഡയറി എഴുതി. സോ ഡയറി എഴുതുന്നത് നമ്മളുടെ ആമേൻ അറിവില്ലാതെ ഒരാൾ അടിച്ചു മാറ്റി വായിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിർത്തും. ആമേ അത് ഒരു ശുശ്രൂഷയാണ്. എവിടെ പോയി, ആരെല്ലാം കണ്ടു, പരിചയപ്പെട്ടു, ഇന്നത്തെ മീറ്റിംഗ് എന്തൊക്കെയായിരുന്നു, അത്ഭുതങ്ങൾ സംഭവിച്ചു, ട്രെയിനിൽ ആരെല്ലാം പരിചയപ്പെട്ടു, ആമേ റോട്ടിൽ നിന്നപ്പോ ആരെല്ലാം പരിചയപ്പെട്ടു, ആമേ സ്തോത്രം എന്തെല്ലാം സംസാരിച്ചു, ഇതെല്ലാം ഒരു ഡയറി എഴുതുണ്ടായിരുന്നു. സ്തോത്രം ഒരു മാസത്തിൽ ഒരു 10-30 ഡയറിക്ക് വേണ്ടി എഴുതി. 20 വർഷം എഴുതി. 21ാമത്തെ വർഷത്തിൽ കയറിയപ്പോ ഞാൻ അറിയാതെ ആമേ സ്തോത്രം അലമാരയിൽ നിന്ന് ഡയറി എടുത്ത് വായിച്ചുകൊണ്ട് നിർത്തി. സ്റ്റോപ്പ്. പിന്നെ എഴുതിയ സുഖം കിട്ടത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു പോയിന്റ് പോലും വിടാതെ ഞാൻ എഴുതി പിടിപ്പിച്ചെങ്കിൽ ഒരു ദിവസം ഞാനും നീ ചെയ്യുന്നതിന്റെ പ്രവൃത്തി ഓരോന്നും അവിടത്തെ ഡയറിയിൽ എഴുതി വെക്കും. സ്തോത്രം. എത്ര മിനിറ്റ് പ്രാർത്ഥിച്ചു? പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരുക്കം, വായിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരുക്കം, എത്ര വട്ടം അത് വായിച്ചു, എത്ര വട്ടം പ്രസംഗിച്ചു, പഠിച്ചു, എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം ഇവിടെ ഞാൻ എഴുതുമെങ്കിൽ സ്വർഗത്തിലെ ഡയറിയിൽ എത്രയോ നാളത്തെ എഴുതി കെട്ടി വച്ചിട്ടുണ്ട് നമുക്ക് തരാൻ. അതാ വെളിപ്പാട് പുസ്തകം പറയുന്നത്. എന്താ പറഞ്ഞ വെളിപ്പാട് പുസ്തകം? പുസ്തകങ്ങൾ പറഞ്ഞേ നിരത്തി വയ്ക്കും. അവിടെ ചില പുസ്തകങ്ങൾ നിരത്തി വയ്ക്കും. ഒന്നിലധികം പുസ്തകമുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. ആമേൻ സ്തോത്രം. എല്ലാം നിരത്തി വയ്ക്കും. കർത്താവിനെ അറിഞ്ഞപ്പോ മുതലുള്ളത് ഒന്ന്, ആമേൻ സ്തോത്രം, സ്നാനപ്പെട്ടതിന് ശേഷമുള്ള ഒന്ന്, മതനെ പഠിച്ച ശേഷമുള്ളത് ഒന്ന്, പ്രാർത്ഥന വീരനായപ്പോ ഉള്ളത് ഒന്ന്, പിന്നെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ ഉള്ളത് ഒന്ന്. അതാ പുസ്തകം പറഞ്ഞ അറിഞ്ഞവൻ അടി കൂടുതലാ. സ്വതന്ത്രം പറ. അപ്പോ ദൈവത്തെ അറിഞ്ഞ ശേഷം നമ്മൾ എന്തെല്ലാം കുടിശ്ശിക വരുത്തിച്ച് മറ്റിതര കാര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഡയറി ഉണ്ടാകും. ഹലോ ഉണ്ടോ? ഹലോ ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ് ഉണ്ടോ ഇവിടെ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്ന രാത്രി ദൈവത്തിന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് പറ, ദൈവമേ ഞാൻ നിന്നെ അറിഞ്ഞ ശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്മാരുടെ അകമ്പടിയോടെ 24 മൂപ്പന്മാരുടെയും സിംഹാസനത്തിന്റെയും ആ നേർക്കാഴ്ചയോടുകൂടെ ജലമാകുന്ന വെള്ളത്തിൽ ഇറങ്ങി, പ്രൈസ് ദി ലോർഡ്, ആമേൻ സ്തോത്രം, ആ കല്ലറയാകുന്ന വെള്ളത്തിൽ ഇറങ്ങി ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തന്റെ കൈ കീഴിൽ ആമേൻ വെള്ളം കോരി ഒഴിച്ചല്ല സ്നാനപ്പെട്ടത്, വെള്ളത്തിലേക്ക് മുങ്ങി ഒരു നിമഞ്ജന സ്നാനം, ആ ബാപ്റ്റിസം എന്റെ ജീവിതത്തിൽ വന്നോ അന്ന് മുതലുള്ള കണക്ക് പുസ്തകം അവിടെ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാം അവിടെ വയ്ക്കും. നിരത്തി വച്ചിട്ട് വിസ്തരിക്കും. കുമുസ്തനില്ല, വക്കീലില്ല, ആമേൻ അടിയിൽ കൂടെ ആമേൻ കോഴ കൊടുക്കുന്ന വേറെ ആരുമില്ല, തോഴക്കാർ ഒന്നുമില്ല. ഒരുത്തൻ മാത്രം വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് ഒരുത്തൻ മാത്രം വിധിക്കുന്ന ഒരു വിധി ഏറ്റവും പെട്ടെന്ന് മുൻപിൽ വരാൻ പോകുന്നു. നിങ്ങളിത് കേട്ട് കാണുമല്ലേ? പറയുന്നില്ല, അതിലേക്ക് പോകുന്നില്ല. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. 8 വാക്യത്തിലേക്ക് വരുന്നു. സദൃശ്യത്തെ 34, 3-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്ക് അവൻ കൃപ നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനിയായ ശലോമോനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോൾ ശലോമോൻ പറയുന്ന ഒരു വാക്ക് കേട്ടു. ഇന്ന് രാത്രി അതിലേക്ക് ദൈവത്തിന്റെ ജനം പോകാതെ ദൈവത്തിന്റെ പ്രവർത്തിക്കായി ഇന്ന് രാത്രി നിൽക്കാൻ തയ്യാറാണെങ്കിൽ പരിഹാസികളെ അവൻ എന്ത് ചെയ്യുന്നു? പരിഹസിക്കുന്നു. എളിയവർക്കോ അവൻ കൃപ വാരി കോരിക്കൊടുക്കുന്ന ഒരു ദൈവം. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഏകദേശം സ്തോത്രം 650-700 പേർക്ക് ലിങ്ക് പോകും. എല്ലാ ദിവസവും 700-1000 പേർക്ക് ലിങ്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് വന്നിരിക്കുന്ന എത്ര പേരെന്നറിയാം? സ്തോത്രം. ഹല്ലേലൂയ.
തെരഞ്ഞെടുത്തു ചിലത് മാത്രമേ ഇതിനകത്ത് ഇരിപ്പുള്ളൂ. പക്ഷെ ഇപ്പോഴും ചിലരെ വീട്ടിനകത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ദൈവമൈതലേ, ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥലങ്ങളിൽ വിശ്വസ്തന്മാരായി നമ്മൾ ഇരിക്കുമെങ്കിൽ അതിനപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പറഞ്ഞ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. അവർക്ക് എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. നമ്മൾ ആരാ? എളിയവരാ. എളിയവരിൽ നിന്നും എളിയവരാ. നമുക്ക് കഴിയത്തില്ല കർത്താവ്, എനിക്കൊന്നും സ്വതേ കഴിയത്തില്ല, ഇതിനകത്ത് ഞാൻ ഒറ്റപ്പെട്ടവനാ, ഞാൻ വെറുക്കപ്പെട്ടവനാ, എല്ലാവരാലും ത്യജിക്കപ്പെട്ടവനാ, ഞാൻ മാറി നിൽക്കുന്നവനാ, എന്നെ മാറ്റി നിർത്തിയവനാ. പക്ഷെ ഇന്ന് രാത്രിയില് എനിക്ക് പറയാനുള്ള കർത്താവ്, നിന്റെ പ്രവൃത്തി എന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെടണം. ക്ഷേത്രം അത് എന്ന് എളിയവർക്ക് അവർ കൃപ നൽകുന്ന ദൈവമാണ്. അതാണ് ഇവിടെ ഇയ്യോബ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ഒരു കാര്യം നിരൂപിക്കും, ആമേൻ, അത് നിനക്ക് സാധിക്കും. ആമേൻ. നിന്റെ ആമേൻ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. ആമേൻ. 29-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ, ആമേൻ, നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും. പറയാൻ പറ്റും? ഒരു താഴ്ച ശത്രു കൊണ്ട് വരുമ്പോ നമ്മൾ പറയണം, നോ, ഞാൻ ഉയർച്ച പ്രാപിക്കും. ഇന്നലെ വരെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് വലിയ കണ്ണാടി ഉണ്ടാവുമല്ലോ, വലിയ കണ്ണാടി, 5 അടി 6 അടി പൊക്കമുള്ള കണ്ണാടി. രാവിലെ അതിന്റെ മൂട്ടിൽ പോയി ഒരുങ്ങുമ്പോൾ പറയണം, ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിയോടെ ചിരിച്ചുകൊണ്ട് പറയണം, അട്ടഹസിച്ച് പറയണം, ഞാൻ അനുഗ്രഹം പ്രാപിക്കും. ഞാൻ ഭംഗിയുള്ളവനാ, എന്നെക്കാൾ ഭംഗിയുള്ള ആരും ഈ ഭൂമിയിലില്ല. ഞാൻ കഴിവുള്ളവനാ, എന്നെക്കാൾ കഴിവുള്ള ആരും ഈ ഭൂമിയിലില്ല എന്ന് നീ പറ. അല്ലാതെ എഴിച്ചു പോയി ഇന്ന് പറയും, ഓ ഇന്നിപ്പോ ഹർത്താലായെങ്കിൽ മതിയായിരുന്നു, ഓ വേണ്ടായിരുന്നു, വയ്യ, ഓ കഴിഞ്ഞ 2 വർഷം എന്തൊരു സുഖമായിരുന്നു, കോവിഡ് ആയതുകൊണ്ട് മിണ്ടാതെ വീട്ടിലിരുന്നാ മതി, ഇപ്പൊ എല്ലാ ദിവസവും ജോലി. ഓ അല്ലെങ്കിൽ അങ്ങനെയാ, മീൻ വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ മീൻ വാങ്ങും, പച്ചക്കറി വാങ്ങുന്നത് പച്ചക്കറി വാങ്ങും. ഇതൊക്കെ എപ്പോഴാ ഒന്നാക്കുന്നേ? ഇങ്ങനെ പറഞ്ഞ് എഴിച്ചു കഴിഞ്ഞാൽ കപ്പയും വേഗം വെന്ത് കരിയും, മീനും കങ്ങിപ്പോവും, ആമേ സ്തോത്രം, ആമേ അവിയലും ആമേ കരിഞ്ഞു പോകും, എല്ലാം അതിൻ്റെതായ പണി ചെയ്യും. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം പറയട്ടെ, ആമേ എണീച്ചിരുന്ന് ആദ്യം പല്ലും തേച്ച് മുഖം കഴുകിച്ച്, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, അല്പം വെളിച്ചെണ്ണയും കയ്യിലെടുത്തിട്ട് തേച്ച് മുഖത്തങ്ങ് തേക്കണം. തേച്ചിട്ട് പറയും, കർത്താവേ ഞാൻ സൗന്ദര്യമുള്ളവനാ, ഞാൻ സൗന്ദര്യമുള്ളവളാ, എന്നെക്കാൾ സൗന്ദര്യമുള്ള ഈ ദേശത്തോ ഈ പട്ടണത്തിലോ ഈ രാജ്യത്തോ ഇല്ല. പറയാൻ പറ്റുമോ? വരട്ടെ, വിശ്വാസം വരട്ടെ. എന്താ വചനം? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എങ്ങനെ ജീവിക്കും? നീതിമാൻ വിശ്വാസത്താൽ. എല്ലാത്തിനും വിശ്വാസം വേണം. ഞാൻ ഇരിക്കുന്ന കസേരയ്ക്ക് 5 കാലുണ്ട്. എന്താ പക്ഷെ 5 കാല്? അത്രയും വേണം, വെയിറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. ശ്രോത്രം, ഈ 5 കാലുള്ള കസേരയിൽ ഇരിക്കുമ്പോ എനിക്കറിയാം, ആ കാലില് 5 കാല് താഴെ ഉണ്ടെങ്കിലും അതിനകത്ത് ഒരു കുറ്റിയാ വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് 5 കാലിനെ. സ്വതന്ത്രം പറ. ഇരിക്കുന്ന കസേര ഒന്ന് വിശ്വസിക്ക്. നിങ്ങൾ നടത്തുന്ന ദൈവത്തെ ഒന്ന് അതിനേക്കാൾ ഏറെ വിശ്വസിക്ക്. എങ്കിലും ഇന്ന് രാത്രി നീ ഇരിക്കുന്ന ഇടത്ത് വിശ്വസിക്കുമെങ്കിൽ, ആമേ സ്തോത്രം, നീയും ഞാനും ഇരിക്കുന്ന ഭൂമി ആമേ വിശ്വസിച്ചാൽ അത് ഒരിക്കലും നമ്മെ ചതിക്കത്തില്ല. ആമേ മടങ്ങി വരുന്നു. 29-ന്റെ 23-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 29-ന്റെ 23-ാമത്തെ വാക്യം. 29-ന്റെ 23 ഒന്ന് വായിച്ചേ. സ്വന്തം പ്രൈസ് ദി ലോർഡ്. മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും, പിന്മഴയ്ക്ക് എന്ന പോലെ അവർ വായ് പുലർക്കും. ഒന്നുകൂടെ വായിച്ചേ, ശക്തിയോടെ, ശക്തിയോടെ. ഇങ്ങനെ വായിക്കരുത്, ശക്തിയോടെ, 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 ശക്തിയോടെ. മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്കായി കുറച്ചുകൂടെ, മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും, മഴയ്ക്കെന്ന പോലെ വായ് പുലർക്കും. മഴയ്ക്കെന്ന പോലെ. സ്തോത്രം, 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 സ്തോത്രം. മഴയ്ക്കെന്ന പോലെ. സർവശക്തനായ 29-ന്റെ 23-ാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത്.
29-ന്റെ 23-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അതെന്താ വായിച്ചത്? ഒന്നുകൂടെ വായിച്ച വാക്യം. മനുഷ്യന്റെ ഗർവം താഴ്ത്തിക്കളയും, മനോഹരോ മാനം പ്രാപിക്കും. ആമേൻ. മനുഷ്യന്റെ ഗർവം അവനെ താഴ്ത്തിക്കളയും. താഴ്ച പ്രാപിക്കാൻ വേണ്ടി അല്ല നമ്മൾ ജീവിക്കണ്ടേ, നമ്മൾ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടിയാ ജീവിക്കണ്ടേ. ഓരോ ദിവസവും ദൈവവൈതൽ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരാൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി മനുഷ്യൻ മുൻപിലേക്ക് കടന്നു വരപ്പെടേണ്ടതിനാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എങ്ങനെ ഉയർച്ച? ആമേൻ. ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്. ആമേൻ. മനുഷ്യൻ നമ്മെ മാനിച്ചില്ലെങ്കിലും മാനിക്കുന്ന ദൈവത്തിന്റെ ആമേൻ ആ തലത്തിലേക്ക്, ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ഒരു മനുഷ്യൻ മുൻപിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ 29-23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യന്റെ ഗർവം അവരെ താഴ്ത്തിക്കളയും. മുൻപേ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബ്രേക്കായതിനെ കട്ട് ചെയ്ത് പേച്ച് ഒട്ടിക്കാൻ വേണ്ടിയല്ല ദൈവം പറഞ്ഞത്, അതിനെ മൊത്തം അങ്ങ് മാറ്റണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഷർട്ടിന്റെ മുതുകൊന്ന് കീറിക്കഴിഞ്ഞാലേ നമ്മൾ ആരെങ്കിലും അതിന് ചേർത്ത് വെച്ച് തുന്നോ? ഇല്ല. അതെന്ത് ചെയ്യും? അതിനെ കളയും. സ്തോത്രം, ആമേൻ. 2, നമ്മുടെ കാലുകളിൽ ചെരുപ്പ് 6 ഇഞ്ചുണ്ട്, 7 ഇഞ്ചുണ്ട്, 9 ഇഞ്ചുണ്ട്, 10 ഇഞ്ചുണ്ട്, 5 ഇഞ്ചുണ്ട്, 8 ഇഞ്ചുണ്ട്, 7.5 ഇഞ്ചുണ്ടോ? 7.5 ഇഞ്ച് ചെരുപ്പുണ്ട്. 7.5 ഇഞ്ച് ആരെങ്കിലും കാലിലുണ്ടോ? 8.5 ഇഞ്ച്, 9.5 ഇഞ്ച്, 8 ഇഞ്ച്, 8.5 ഇഞ്ച്, 1/2 ഇഞ്ചില്ല. ഒരാൾ ചോദിക്കുക, മാമ 6.5 ഇഞ്ച് ചെരുപ്പുണ്ടോ? 6.5 ഇഞ്ച്. അതെന്താ പറഞ്ഞ 7 ഇഞ്ചായ കുഴപ്പമുണ്ട്, 6 ഇഞ്ചായാലും പറ്റില്ല, 6 തന്നെ വേണം. അതെങ്ങനെ പറ്റും? പറ്റില്ല. ഇന്ന് മനുഷ്യൻ ചോദിക്കില്ല ദൈവത്തിന്, ദൈവമേ എനിക്ക് ഇന്നത് വേണം. ദൈവത്തിന് പോലും കൊടുക്കാൻ പറ്റാത്തതാ ചോദിക്കുന്നേ. സ്വതന്ത്രം പറ. ഇന്ന് രാത്രിയിൽ ഞാൻ പറഞ്ഞു, 2 കാലിൽ ഒരേ അളവ് ചെരുപ്പിട്ടാൽ നന്നായിരിക്കും. ഒരു കാലിന് 10 ഇഞ്ചും ഒരു കാലിന് 8 ഇഞ്ചും ഇട്ടാൽ പറ്റില്ല, നടക്കാൻ ബുദ്ധിമുട്ടാ. അത് നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയാ. ഇന്ന് അങ്ങനെയാ മനുഷ്യന്റെ ജീവിതം. ഒന്നിനും ഒരു തീരുമാനം പോലും, ഉറപ്പ് പോലും ഇല്ലാത്ത ജീവിതം. ഒന്നിനും നിമ്മതിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനുഷ്യ മുമ്പിലോട്ട് പാഞ്ഞു പോകുമ്പോ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ആമേൻ. നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാ ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ വായിച്ച അതേ വാക്യത്തിന്റെ മകല്ല നമ്മൾ ഇന്ന് ചിന്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞ മനുഷ്യമായ ഒരു കെണിയാകും. ഇന്നലെ വായിച്ച അധ്യായം തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താൻ പോവുക. ലൂക്കോസ് സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 52-ാമത്തെ വാക്യം. ലൂക്കോസ് 1:52. ഒന്ന് വായിച്ചേ. 1:52. സ്തോത്രം. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനത്തിൽ ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്ന ഒരു ദൈവത്തെയാ ഈ രാത്രി നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. അതല്ലേ വേദോസ്തം പറയുന്നത്, എളിയവനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ നടുവിൽ നിർത്തി അവന്റെ നാവിൽ പുത്തൻ പാട്ട് കൊടുക്കുന്ന ഒരു ദൈവം. ആമേൻ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്.